കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊലക്കേസ് പ്രതി ചാടിപ്പോയിട്ട് 50 ദിവസങ്ങൾ പിന്നിട്ടു. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് വിനോദ് ഡിസംബർ 29-നാണ് കടന്നുകളഞ്ഞത്. പ്രതി സംസ്ഥാനത്തിന് പുറത്ത് ഓട്ടോ തൊഴിലാളിയായതായി അന്വേഷണ സംഘത്തിന് വിവരം കിട്ടി. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി മോർണിംഗ് ഷോയിൽ വരികയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയുടെ 50 ദിവസങ്ങൾ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ കൊലക്കേസ് പ്രതി വിനീഷ് വളരെ തന്ത്രപൂർവ്വം കോഴിക്കോട് കുതിരവട്ടം ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ജയിലിൽ വെച്ച് നടത്തുന്നു. കുതിരവട്ടത്ത് നിന്നാണ് രക്ഷപ്പെടാനെന്ന് വിനീഷ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. കാരണം അവിടെ കുറഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നീട് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിയ ശേഷം അവിടുത്തെ ഫോറൻസിക് സെല്ലിന്റെ ശുചിമുറിയിലെത്തി ആ ശുചിമുറി തുറന്നുകൊണ്ട് അവിടെ നിന്ന് കടന്നു കളയുന്നു. അവിടെ ഏതാണ്ട് 20 സുരക്ഷാ ജീവനക്കാർ വേണ്ടിടത്ത് കേവലം 5 പേർ മാത്രമാണുള്ളത്. ഈ പഴുത് തന്നെയായിരുന്നു വിനീഷ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അവിടെ നിന്ന് കടന്നു കളഞ്ഞ വിനീഷിനെ ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഈ കേസിന്റെ അന്വേഷണം പോലീസ് ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഈ പ്രതിയെ കുറിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഡിസംബർ 29-നാണ്, അതായത് പുതുവർഷ പുലരിക്ക് മുൻപാണ് വിനീഷ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതുവരെ ആ പ്രതിയെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇയാൾ സംസ്ഥാനത്തിന് പുറത്ത് ചില ഇടങ്ങളിൽ, ചില ഹോട്ടലുകളിൽ ഹോട്ടൽ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു. ഏതാണ്ട് കുറച്ച് ദിവസം അവിടെ ജോലി ചെയ്യും. അന്വേഷണ സംഘം അരികിലെത്താനാകുന്നു എന്ന് വിവരം ലഭിക്കുമ്പോൾ അവിടെ നിന്ന് കടന്നു കളയും. അങ്ങനെ നിരന്തരം സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കേരള പോലീസിന് ഒന്നടങ്കം ഇങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്കേൻ എന്തായാലും 50 ദിവസമായിട്ട് പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. അതോടൊപ്പം ദൃശ്യയുടെ കുടുംബം വലിയ ആശങ്കയിലും ഭീതിയിലുമായിരിക്കുകയുമാണ്. സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.